ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCERT വായിക്കുന്ന സീരീസിൽ നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ SCERT ആണ് വായിക്കുന്നത്. ഇതിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം നമ്മൾ വായിച്ചതാണ്. ഇതിൽ നമുക്ക് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ 5ാമത്തെ ചാപ്റ്റർ വായിച്ചാലോ? അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഇവിടെ കുറേ ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ അമിത ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ. ഇന്ത്യയിലെ കുതിച്ചുയരുന്ന ജനസംഖ്യ വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു. ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും ദൂരവ്യാപകമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ സന്തോഷിക്കുമോ പരിഭ്രമിക്കുമോ? അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത്? ഇതൊക്കെ ഓരോ വാർത്തയുടെ തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താ പറയുന്നത്? നമ്മുടെ ജനസംഖ്യാ വർധനവിനെക്കുറിച്ചല്ലേ അതാണ് പറയുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? ഒന്ന്, ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, പട്ടിണിയെക്കുറിച്ച് പറയുന്നുണ്ട്, പോഷകാഹാരങ്ങളുടെ കുറവിനെക്കുറിച്ച് പറയുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും? ഒന്ന്, ദാരിദ്ര്യം ഉണ്ടാകും, തൊഴിലില്ലായ്മ ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും, ആരോഗ്യ മേഖലയിൽ എന്തുണ്ടാകും? പ്രതിസന്ധി ഉണ്ടാകും. ഇതൊക്കെ ജനസംഖ്യ വർദ്ധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കേട്ടു. ഇനി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ഇവിടെ ഒരു ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, സ്വമേധയാലുള്ള കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം UNFPA അതായത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്താ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇത് UNFPA എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, സ്വമേധയാലുള്ള കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനങ്ങളുടെ വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2023 ഇവിടെയാണ് 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. അപ്പോൾ 2023 റിപ്പോർട്ട് പ്രകാരം, ആരുടെ റിപ്പോർട്ട് പ്രകാരം? യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് എത്ര? 804 കോടിയാണ്. അതിൽ തന്നെ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയുണ്ട്? 142 കോടി ജനങ്ങൾ ഇന്ത്യക്കാരാണ്. ലോകത്തുള്ള 804 കോടി ജനങ്ങളിലും ഇന്ത്യക്കാരാണ് എത്ര കൂടുതലുള്ളത്? 142 കോടി ജനങ്ങളും ഇന്ത്യക്കാരാണ്. ഇനി ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നതിന് അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ, അതായത് ജനനനിരക്ക്, മരണനിരക്ക്, ശിശുമരണനിരക്ക്, പ്രായഘടന മുതലായവ കണക്കിലെടുത്തിട്ടാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത്. അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ്. അതിനായിട്ട് ജനസംഖ്യയുടെ വ്യത്യസ്ത പ്രവണതകളെയും ജനസംഖ്യാ ഘടനയെയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാ? ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യയുടെ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനസംഖ്യാ ശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാ ശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട്.
ഒരു മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായിട്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായ പഠന രീതിയാണ് ജനസംഖ്യാശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. ഈ പദം ഗ്രീക്ക് പദങ്ങളായ ഡെമോസ്, ഗ്രാഫീൻ എന്നിവ ചേർന്നുണ്ടായതാണ്. അപ്പോൾ ഡെമോഗ്രഫി എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാ? ഗ്രീക്ക് പദത്തിൽ നിന്നുള്ളതാണ്. ഏത്? പിന്നെ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ ഡെമോ വേറെയാണ്, ഗ്രാഫി വേറെയാണ്. ഡെമോ എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരിക്കുകയാണ്. അപ്പം ഒരു ഭൂപ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും കുറിച്ച് ജനസംഖ്യാശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്? വിശകലനം ചെയ്യുന്നുണ്ട്. മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായിട്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായിട്ടുള്ള ഒരു പഠന രീതി കൂടിയാണ് ഇത് ജനസംഖ്യാശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെയും കുറിച്ച് ഇത് പഠിക്കുന്നു. ഇനി ജനസംഖ്യയുടെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് ജനനം, അതുപോലെ മരണം, കുടിയേറ്റം തുടങ്ങിയവ. അപ്പം ജനസംഖ്യയുടെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാന്ന് ചോദിക്കാം. ഏതൊക്കെയാ? ജനനം, മരണം, കുടിയേറ്റം. ജനനം, മരണം, കുടിയേറ്റം ഇവയാണ് എന്ത്? ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചിട്ടാണ്. ഏതിന്റെ അളവിനനുസരിച്ചിട്ട്? ജനനത്തിന്റെ അളവിന്, മരണത്തിന്റെ അളവ്, അതുപോലെ കുടിയേറ്റത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ജനസംഖ്യ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നത്. ഇനി ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്താണ്. ഒരു പ്രദേശത്തുള്ള ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ? ജനനം, മരണം, കുടിയേറ്റം ഇവയിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അവിടെയുള്ള ആളുകളുടെ സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ പ്രായഘടന, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്താണ്. ഇനി ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിലൂടെ സർവേ, സെൻസസ് തുടങ്ങിയ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ജനന നിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷ അനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവയാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിലൂന്നിയുള്ള സർവേ, അതുപോലെ സെൻസസ് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ജനന നിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ ആശ്രിതാനുപാതം തുടങ്ങിയവയാണ്. ഇനി ജനസംഖ്യാശാസ്ത്രത്തിന് രണ്ട് ശാഖകളുണ്ട്. ഒന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും രണ്ട് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. അപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിന് എത്ര ഘടകങ്ങളുണ്ട്? രണ്ട് വശങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ശാഖകളുണ്ട്. ഏതൊക്കെയാ അത്? ഒന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും രണ്ട് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. ഒന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും അതുപോലെ രണ്ട് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. ഇനി എന്താണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അതുപോലെ അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതാണ് ഇത് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെയും കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നതുമായിട്ടുള്ള ശാസ്ത്രമാണിത്, പഠനമാണിത് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. അതുപോലെ ഔപചാരിക ജനസംഖ്യാശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണൊന്ന് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇത് രാജ്യത്തിന്റെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹിക സാമ്പത്തികാവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ ശേഖരിച്ചിട്ട് വിശകലനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനസംഖ്യാ പഠനത്തിന് രണ്ട് സംഭവങ്ങളുണ്ട് അല്ലേ? രണ്ട് ശാഖകളുണ്ട്. ഒന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം, രണ്ട് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. എന്താണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാ മാറ്റം. അതായത് നമ്മളൊരു പ്രദേശം എടുത്തു കഴിഞ്ഞിട്ട് ആ പ്രദേശത്ത് പെട്ടെന്ന് ജനസംഖ്യ കുറയുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ജനസംഖ്യ കൂടുന്നു.
ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ പഠിക്കാൻ വന്ന ശാഖ ചോദിച്ചാൽ ഏതാ? അത് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങൾ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഒരു പ്രദേശത്ത് പെട്ടെന്ന് ജനസംഖ്യ കൂടുകയാണെങ്കിൽ അതെന്താ കാരണം എന്ന് പഠിക്കും. പെട്ടെന്ന് കുറയുകയാണെങ്കിൽ എന്താ കാരണം എന്ന് പഠിക്കും. അത് അങ്ങനെ വിശകലനം ചെയ്യുന്നതാണ് ഇത് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണ് ഇത് ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് അല്ലെങ്കിൽ കനേഷുമാരി എന്നൊക്കെ പറയുന്നത്. ഇത് രാജ്യത്തിന്റെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹിക സാമ്പത്തികാവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിച്ചിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ഇനി സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രമാണെങ്കിൽ എന്താ പറയുന്നത്? ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അതുപോലെ അനന്തരഫലങ്ങളും അന്വേഷിക്കുകയാണെങ്കിൽ ഏതാ? അത് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രമാണ്. ഇനി ഒരു പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നത് ചോദിച്ചാലും ഏതാ? സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രമാണ് അല്ലെങ്കിൽ സോഷ്യൽ ഡെമോഗ്രഫി ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തു നോക്കുക, സോഷ്യൽ ഡെമോഗ്രഫി അതുപോലെ ഫോർമൽ ഡെമോഗ്രഫി. ഇനി ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. ലോകത്തിൽ ഇതിന് ഏറ്റവും വലിയ സെൻസസ് ആണ് ഇത് ഇന്ത്യയുടേത്. സാധാരണയായിട്ട് 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. ലോകത്തിൽ ഇതിന് ഏറ്റവും വലിയ സെൻസസ് നടക്കുന്നത് എവിടെയാ? ഇന്ത്യയിലാണ്. എത്ര വർഷം കൂടുമ്പോൾ? 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. ഇനി ഈ രണ്ട് ചോദ്യത്തിന് ആൻസർ നിങ്ങൾ പറയണേ. ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് ഏത് വർഷമാണെന്നും ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് ഏത് വർഷമാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അറിയാത്ത ആളുകൾക്ക് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ PSC പഠിക്കുന്ന ആളുകൾ എന്തായാലും കിട്ടും. ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ച വർഷം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് ഏത് വർഷമാണെന്നും കമൻറ്റ് ചെയ്യണേ. ഇനി ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ച, ഇന്ത്യയിലുണ്ടായ ജനസംഖ്യാ വളർച്ച 1901 മുതൽ 2011 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ജനസംഖ്യാ വളർച്ചയെക്കുറിച്ച് ചെറിയൊരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സാമൂഹിക പ്രാധാന്യം എന്താണ്? ചെറിയൊരു കോളം വായിച്ചു നോക്കാം. വൈവിധ്യമാർന്ന ജനസംഖ്യയെക്കുറിച്ചാണ് ജനസംഖ്യാ ശാസ്ത്രം പഠന വിധേയമാക്കുന്നത്. ജനസംഖ്യയുടെ ചലനാത്മകതയെയും വികസനത്തെയും കുറിച്ച് പഠിക്കുന്നു. ജനസംഖ്യയുടെ വിശകലനം സാധ്യമാകുന്നത് അത് സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് ഇഴചേർന്ന് നിൽക്കുമ്പോഴാണ്. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം ജനസംഖ്യാ ഘടനയും മാറ്റവും സംബന്ധിച്ചുള്ള അന്വേഷണം അത് എങ്ങനെ സാമൂഹ്യശാസ്ത്രപരമായിട്ട് ഘടകങ്ങളുമായിട്ട് പ്രദേശം, മതം, ജാതി, ജെൻഡർ മുതലായവ ഇടപെടുന്നു എന്നതാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം വിശകലനം ചെയ്യുന്നു. ഇത്തരത്തിൽ ജനസംഖ്യാ ശാസ്ത്ര പഠനം ഒരു സാമൂഹീകരണ പ്രക്രിയയാണ്. ഇനി സാമൂഹിക ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും ജനസംഖ്യാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ സാമൂഹിക ഘടകങ്ങൾ? സംസ്കാരം, വഴക്കങ്ങൾ, മതം, സാമൂഹിക നിയന്ത്രണം, സാമ്പത്തികം അതുപോലെ സമുദായം മുതലായവയ്ക്ക് എന്താണ്? സാമൂഹിക ഘടകങ്ങളാണ്. ഏതൊക്കെയാ സാമൂഹിക ഘടകങ്ങൾ? സംസ്കാരം, വഴക്കങ്ങൾ, മതം, സാമൂഹിക നിയന്ത്രണം, സാമ്പത്തികം, സമുദായം മുതലായവയാണ്. ഇനി ജനസംഖ്യാ ഘടകങ്ങളാണെങ്കിൽ ഏതൊക്കെയാ? ജനസംഖ്യ, വലുപ്പം, പ്രായവും ലിംഗപദവിയും, ജനസംഖ്യ മാറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, രോഗാതുരത മുതലായവ. ഇതൊക്കെ എന്താണ്? ജനസംഖ്യാ ഘടകങ്ങളാണ്. നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇനി ഇന്ത്യയിൽ ഈ ഒരു കാര്യം ഇപ്പം വായിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും എല്ലാ ലെവൽ എക്സാമിനും ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ഒന്ന് NSO, അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നീതി ആയോഗ്, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ തുടങ്ങിയവ സ്ഥാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇതെന്തായാലും ഓർത്തു വെക്കണം. ഏതൊക്കെയാ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് NIPS. ഇതിങ്ങനെ ഓർത്ത് വെച്ചോ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, NIPSന്റെ എക്സ്പാൻഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. എന്താ NIPS എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. പിന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHSV ആണ് ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇനി ജനസംഖ്യാ പഠനത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ട് ജനസംഖ്യാ പഠനത്തിന്റെ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ വ്യത്യസ്തമായ സൂചകങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നേക്കാം. കുടിയേറ്റമുണ്ട്,
പിന്നെ ജനനനിരക്കും മരണനിരക്കും ഉണ്ട്, ജനസാന്ദ്രതയുണ്ട്, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, അതുപോലെ ആശ്രിത അനുപാതം. അപ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യാശാസ്ത്ര പഠനത്തിന്റെ പ്രധാനപ്പെട്ട സൂചകങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? 1 കുടിയേറ്റം, 2 ജനനനിരക്കും മരണനിരക്കും, 3 ജനസാന്ദ്രത, 4 സ്ത്രീ പുരുഷാനുപാതം, 5 ആയുർദൈർഘ്യം, 6 പ്രായഘടന, 7 ആശ്രിത അനുപാതം. ഇനി എന്താണ് കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു കവിതയാണ്. ജനിച്ച നാട് വിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരിശകൾ നമ്മൾ, കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു തിരയടക്കും താഴ്വാരവും പാടവും. ഇത് ആരുതാ? ആസാം പണിക്കർ, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ്. ആസാം പണിക്കാർ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഈയിടെയായിട്ട് കവിത തന്നിട്ട് ഇത് ആരുതാന്നൊക്കെ ചോദിക്കുന്നില്ല. അപ്പോൾ ജനിച്ച നാട് വിട്ട കാല ആസാമിൽ പണിക്കു പോകുന്ന പരിശകൾ നമ്മൾ, കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു തിരയടക്കും താഴ്വാരവും പാടവും. ആരതാ? വൈലോപ്പള്ളിയുടെ ആസാം പണിക്കാർ എന്ന് പറയുന്ന കവിതയാണ്. രണ്ടാം ലോക യുദ്ധകാലത്ത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിലന്വേഷിച്ചു പോയ ആളുകളെ കുറിച്ചാണ് വൈലോപ്പള്ളി തന്റെ കവിതയിൽ പരാമർശിക്കുന്നത്. 1941 കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു എന്ന് മനസ്സിലായല്ലോ. നിലവിൽ ആസാമിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്കാണ് വരുന്നത്. ഇനി മറുനാടൻ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചു കേരളം, കൈയടിച്ചു ലോകം. കേരളത്തിൽ പുതിയ വാക്ക് ഉപയോഗിച്ചാണ് കുടിയേറ്റ തൊഴിലാളികളെ പരാമർശിക്കുന്നത്, അതിഥി തൊഴിലാളികൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസും ബംഗാളികളും ആസാമികളും ജാർഖണ്ഡ് വാല എല്ലാം ഉണ്ട് അല്ലേ? അവരെയൊക്കെ നമ്മൾ എന്ത് വിളിച്ചിട്ടാണ് സ്വീകരിച്ചത്? അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചിട്ടാണ് സ്വീകരിച്ചത്. നൽകിയിട്ടുള്ള പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. അതിഥി തൊഴിലാളികൾ എന്ന പ്രയോഗം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ? അതിഥി തൊഴിലാളികൾ ഇന്ന് കേരള സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറി. നഗര ഗ്രാമ ഭേദമെന്നേ ഏത് മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികളുണ്ട്. അവർ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, മെച്ചപ്പെട്ട വരുമാനം തന്നെയാണ്. അതുപോലെ ഉയർന്ന സാമൂഹിക പദവിയുണ്ട്, ഇൻകം അല്ലെ, വരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ അവിടെയുള്ള ഡെയിലി ഇൻകവും ഇവിടെയുള്ള ഡെയിലി ഇൻകവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് കുടിയേറ്റത്തിന്റെ ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ അതിഥി തൊഴിലാളിയാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെന്തുള്ളത്? മെച്ചപ്പെട്ട ആരോഗ്യം എന്തുണ്ട്? വ്യത്യാസമുണ്ട് അല്ലേ? ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അല്ലേ? ഇനി കേരളത്തിന്റെ കുടിയേറ്റ ചരിത്രം, ചെറിയൊരു കോളമുണ്ട്, വായിക്കാം. മലയാളം സംസാരിക്കുന്ന ജനത കൂട്ടായ ഒരു ദേശീയ ബോധം, ഭാഷ, ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വത്വമാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിയിലേക്ക് കേരളീയരെ നിർബന്ധപൂർവ്വം അടിമത്തൊഴിലാളികളായിട്ട് ഉപയോഗിച്ചിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ടതും സംഘടിതവുമായിട്ടുള്ള കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് വ്യാപകമായിട്ട് പോവുകയും ജനസംഖ്യ അടിസ്ഥാനമാക്കിയ ചലനാത്മകതയ്ക്ക് ഉദാഹരണമാണ്. ഇതിനു ശേഷമാണ് ഗൾഫ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റം കേരളത്തിൽ നിന്നുണ്ടായത്. ലോകത്തിലെ വികസന കാര്യങ്ങളിൽ മുന്നാക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്കും മലയാളികൾ ജോലിക്കും സ്ഥിരതാമസത്തിനുമായിട്ട് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും അനുബന്ധ തൊഴിലും തേടിയുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്ന് കൂടുതലും ഉണ്ടാകുന്നത്. കാനഡ, UK, USA, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ധാരാളം പേര് കുടിയേറുന്നത്. അപ്പോൾ മുക്കിന് IELTS കേന്ദ്രങ്ങളൊക്കെ കാണാം അല്ലേ? അതൊക്കെ എന്താണ്? പഠിച്ചിട്ട് ജർമ്മൻ പഠിച്ചിട്ട് പോകണം. അതുപോലെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് എല്ലാവരും എങ്ങോട്ട് പോവാണ്? വിദേശത്തേക്ക് പോവുക അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടുന്ന് പറയുന്നത് കേരളത്തിൻ്റെ കുടിയേറ്റ ചരിത്രം. ഇനി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത്. 1 ആഭ്യന്തര കുടിയേറ്റം, 2 രാജ്യാന്തര കുടിയേറ്റം. അപ്പം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കുടിയേറ്റം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത്. 1 ആഭ്യന്തര കുടിയേറ്റം, 2 രാജ്യാന്തര കുടിയേറ്റം. ഇനി എന്താണ് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. രാജ്യാതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെയാണ് ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും എന്താണ്? ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്.
അതിഥി തൊഴിലാളികൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ബംഗാളികൾ ഇവിടെ വരുന്നു, യുപിക്കാർ ഇവിടെ വരുന്നു, അതൊക്കെ എന്താണ് ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്നതും ഡൽഹിയിലേക്ക് പോകുന്നതും മുംബൈയിലേക്ക് പോകുന്നതൊക്കെ എന്താണ് ജോലി ആവശ്യത്തിന് വേണ്ടി പോകുന്നതൊക്കെ എന്താ അതും ആഭ്യന്തര കുടിയേറ്റമാണ്. അപ്പോൾ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ രാജ്യാന്തര കുടിയേറ്റം. രാജ്യത്തിന്റെ അതിർത്തി കടന്നിട്ടുള്ള കുടിയേറ്റങ്ങളെയാണ് പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ രാജ്യാന്തര കുടിയേറ്റവും ആഭ്യന്തര കുടിയേറ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. രാജ്യാന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താ രാജ്യം തന്നെ വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. ആഭ്യന്തര കുടിയേറ്റമാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ സംസ്ഥാനങ്ങളൊക്കെ മാറുന്നതിനെയാണ് നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണം ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വിവിധതരം കുടിയേറ്റങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ഏതൊക്കെ കുടിയേറ്റങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇവിടെ ഒരു മൂന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഏത് ഉദാഹരണ രാജ്യാന്തര കുടിയേറ്റമാണോ ആഭ്യന്തര കുടിയേറ്റമാണോ? ഏതാ രാജ്യാന്തര കുടിയേറ്റം അല്ലെ. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന മലയാളികൾ ഇതിന് ഉദാഹരണം രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ഇനി കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ഇന്ത്യക്കകത്ത് തന്നെയാണ്. അപ്പോൾ ഏതാ അത് ആഭ്യന്തര കുടിയേറ്റം, അത് ആഭ്യന്തര കുടിയേറ്റമാണ്. ഇനി പഠന ആവശ്യത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ എന്താ അത് രാജ്യാന്തര കുടിയേറ്റമാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ രാജ്യാന്തര കുടിയേറ്റം, പഠനാവശ്യത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഏതാ രാജ്യാന്തര കുടിയേറ്റമാണ്. ഇനി കേരളത്തിലെ നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികളാണെങ്കിൽ അത് ആഭ്യന്തര കുടിയേറ്റവുമാണ്. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ.